ഇറ്റലിയിൽ G7 ഉച്ചകോടിയിൽ ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. AI ഫോർ ഓൾ അഥവാ എല്ലാവർക്കും നിർമ്മിത ബുദ്ധി എന്ന ആശയം പ്രധാനമന്ത്രി ഉച്ചകോടിയിൽ അവതരിപ്പിച്ചു. മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. യുക്രൈന് കൂടുതൽ സഹായം വാഗ്ദാനം നൽകി. ഉച്ചകോടിക്ക് സമാപനവുമായി. നിർമ്മിത ബുദ്ധി, യുക്രൈൻ യുദ്ധം, ഇൻഡോ പാക് മേഖല നേരിടുന്ന വെല്ലുവിളികൾ തുടങ്ങിയ വിഷയങ്ങൾ G7 ഉച്ചകോടിയിൽ ചർച്ചയായി. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ വികസനം, പ്രതിരോധം, സുരക്ഷ, സാങ്കേതികവിദ്യ, സമുദ്രതല വാണിജ്യം തുടങ്ങിയ വിഷയങ്ങളും ഉച്ചകോടിയിൽ അവതരിപ്പിച്ചു. 2 ദിവസം നീണ്ടുനിന്ന ഉച്ചകോടിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലനി തുടങ്ങിയവരുമായി നരേന്ദ്രമോദി ചർച്ച നടത്തി. സമാധാനത്തിലേക്കുള്ള വഴി നയതന്ത്ര ചർച്ചകളാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വൊലോദിമിർ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയിൽ മോദി പറഞ്ഞു. ഖലിസ്ഥാൻ തീവ്രവാദത്തിന്റെ പേരിൽ നയതന്ത്രബന്ധം വഷളായതിനുശേഷം ആദ്യമായി കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വേദി പങ്കിട്ടു. ഉച്ചകോടിയിൽ പങ്കെടുത്ത ഫ്രാൻസിസ് മാർപ്പാപ്പയെ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മാർപ്പാപ്പ G7 ഉച്ചകോടിയിൽ അതിഥിയായെത്തിയത്. ഇറ്റലിയുടെ തെക്കൻ നഗരമായ അപ്പുലിയയിൽ നടന്ന ഉച്ചകോടിക്ക് ശേഷം പ്രധാനമന്ത്രി ഇന്ത്യയിൽ തിരിച്ചെത്തി. ഇന്റർനാഷണൽ ഡെസ്ക് 24.